ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഈശാവാസ്യോപനിഷത്ത്. ഈശാവാസ്യോപനിഷത്ത് ശുക്ലയജുർവേദ ഭാഗമാണ്. ഇത് ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ വേദാന്തക്കാതലാണ്. വളരെ ചെറിയ ഒരു ഉപനിഷത്താണ്. എന്നാൽ ചെറുതെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ പരമതത്വത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ. നമുക്ക് ശാന്തി മന്ത്രം കൊണ്ട് ആരംഭിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണമദ, അത് പൂർണ്ണമാണ്. അത് എന്നാൽ ബ്രഹ്മം. ബ്രഹ്മം പൂർണ്ണമാണ്. പൂർണ്ണമിതം, ഇതും പൂർണ്ണമാണ്. ഇത് എന്നാൽ ഇത് ചൊല്ലുന്ന ഈ ജീവൻ, അതും പൂർണ്ണമാണ്. ഇത് അഥവാ ഞാൻ പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് ഉദിച്ചതെല്ലാം പൂർണ്ണമാണ്. ബ്രഹ്മത്തിൽ നിന്ന് ഉളവായതെല്ലാം ബ്രഹ്മം തന്നെയാണ്. പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്തെ എടുത്താലും പൂർണ്ണമേവാവശിഷ്യതേ, അവശേഷിക്കുന്നതെല്ലാം പൂർണ്ണമാണ്. ബ്രഹ്മം പൂർണ്ണമാണ്. ബ്രഹ്മത്താൽ ഉളവായ ഞാൻ പൂർണ്ണമാണ്. എന്തുളവായിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമാണ്, ബ്രഹ്മമാണ്. എന്തെങ്കിലും അവശേഷിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അതും പൂർണ്ണമാണ്. പൂർണ്ണവസ്തു അഥവാ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെയില്ല എന്ന് പറയുകയാണ് ഈ ശാന്തി മന്ത്രം. ഇനി നമുക്ക് ഈശാവാസ്യോപനിഷത്തിലെ ആദ്യ മന്ത്രം നോക്കാം. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഘൃതഃ കസ്യ സ്വിദ്ധനം. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈ പ്രപഞ്ചത്തിൽ ചരവും അചരവും മറ്റെന്തെങ്കിലും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിലെല്ലാം ഈശൻ ബ്രഹ്മം അഥവാ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയപ്പെടുന്ന, കാണപ്പെടുന്ന, അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ ഈശൻ വസിക്കാത്തതായി, ചൈതന്യരഹിതമായി ഒന്നും തന്നെ അല്പം പോലുമില്ല. ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഈശൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. യത്കിഞ്ച ജഗത്താം ജഗത്ത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ജഗത്യാം ജഗത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചം, ജഗത്ത് അഥവാ ലോകം, നമുക്ക് ദർശിക്കാവുന്നതിനും ചിന്തിക്കാവുന്നതിനുമെല്ലാം അപ്പുറം അതിവിശാലമാണ്. അതിർ നിർണയിക്കാനാവാത്തത്ര വിശാലമായ ബ്രഹ്മാണ്ടമാണ്. അങ്ങനെ ഈ ജഗത്തിൽ, പ്രപഞ്ചത്തിൽ, ഈ ജഗത്തായി, ലോകമായി കാണപ്പെടുന്നതൊന്നിലും ഒരിടത്തും അല്പം പോലും, ഒരണുവിട പോലും ഈശൻ ഇല്ലാത്തതായില്ല. സകലതിലും ഈശൻ അഥവാ ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു. ഈ കാണായ സർവവും ഈശനിൽ തന്നെ ചരിക്കുന്നു, ബ്രഹ്മബോധത്തിൽ തന്നെ ചരിക്കുന്നു. അപ്പോൾ ഈശൻ അഥവാ ബ്രഹ്മബദ്ധമല്ലാത്തതായി യാതൊന്നും അല്പം പോലും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെയുള്ള ഈശ്വരമയമായ ഈ ജഗത്തിൽ നാം എങ്ങനെ വസിക്കണമെന്ന് പറയുകയാണ്. തേന ത്യക്തേന ഭുഞ്ജീത, തേന ഈശനോടൊപ്പം, ത്യക്തേന ത്യജിച്ചുകൊണ്ട്, ഈ ലോകത്തെ നീ ത്യജിച്ചുകൊണ്ട് ഭുജിച്ചു കൊള്ളുക. ഇതൊന്നും എൻ്റേതല്ല, ഈശൻ്റേതാണ് എന്ന് അറിഞ്ഞ് അനുഭവിച്ചു കൊള്ളുക. ഇതിനെല്ലാം ഒരു നാഥനുണ്ട്. എന്നാൽ എനിക്ക് ആവശ്യമായതെടുത്ത് അനുഭവിക്കുന്നു. അതായത് ജീവബോധത്താൽ ഉളവായിരിക്കുന്ന ശരീരം അഥവാ രൂപത്തിന് ഇതിലൊന്നും ഒരു ഉടമസ്ഥാവകാശവുമില്ല. പിന്നെ ഈ ധനമൊക്കെ ആരുടേതാണ്? അത് രൂപരഹിതവും ബോധാത്മവുമായ ഈശ്വരൻ അഥവാ ബ്രഹ്മത്തിൻ്റേതാണ്. ആ ബ്രഹ്മബോധത്തിൽ ഉളവായ ജീവനുകൾ ഈ ഭോഗവസ്തുക്കളെ തൻ്റേത് എന്ന്
മാ കൃതഃ കസ്യ സ്വിദ്ധനം. ഈശ്വരൻ്റേതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഭോഗവസ്തുക്കളെ സ്വന്തം എൻ്റേത് എന്ന ഭാവമില്ലാതെ ത്യാഗബുദ്ധിയോട് ഉപയോഗിച്ചു കൊള്ളുക. ഭോഗങ്ങളിൽ ആസക്തരാകരുത് എന്ന് പറയുകയാണ്. ഈ ഭോഗങ്ങളെല്ലാം ആരുടേതാണ്? നാം ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെയും കൊണ്ടാണോ വന്നത്? അല്ല. നാം പോകുമ്പോൾ ഈ ഭോഗവസ്തുക്കൾ എന്തെങ്കിലും ഒന്നിനെ നാം കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? നാം ആർജിച്ച ധനം, സമ്പത്ത്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, പുത്രൻ, മിത്രം, അങ്ങനെ നാം എൻ്റേത് എന്ന് കരുതുന്ന എന്തിനെയെങ്കിലും കൂടെ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ആരുടേതാണ്? സ്വന്തമാണെങ്കിൽ അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ഇതൊന്നും എൻ്റേതല്ല, ഈശൻ്റേത് ആണ് എന്ന് അറിഞ്ഞ് ആ ഭാവത്തോടെ ത്യാഗബുദ്ധിയോടെ ഇതിനെയൊക്കെ ഉപയോഗിച്ചു കൊള്ളുക. അപ്പോൾ അന്യൻ്റേത് എന്ന് വരുമ്പോൾ, അന്യൻ്റേതായ ഒന്നും ആഗ്രഹിക്കരുത് എന്ന് വരുമ്പോൾ ഈശ്വരൻ അന്യനാണോ എന്ന് തോന്നാം. ഈശ്വര സാക്ഷാത്കാരം അഥവാ സ്വനില കൈവരും വരെ ഈശ്വരൻ മറ്റൊന്നായി തന്നെ തോന്നുന്നുണ്ട് നമുക്ക്, അല്ലേ? അതുവരെ ഈ ബോധം എല്ലാം ഈശ്വരൻ്റേത് എന്ന ബോധം നല്ലതാണ്. അപ്പോൾ നമുക്ക് എൻ്റേത് എന്ന ഒട്ടലിന് വളരെ കുറവുണ്ടാവും. ഈ മന്ത്രം ദ്വൈതഭാവം നിലനിൽക്കുന്ന ജീവനുകൾക്ക് ആ ദ്വൈതത്തെ, താനും ഈശ്വരനും എന്ന ദ്വൈതത്തെ കളയുവാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ദ്വൈതം ഉള്ളതുകൊണ്ടാണ് അന്യമായിട്ടുള്ള ഈ ഭോഗവസ്തുക്കളെ നാം ദർശിക്കുന്നതും അതിനെ നമുക്ക് സ്വന്തമാക്കണമെന്നുമെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം നാഥൻ ഈശ്വരൻ മാത്രം എന്ന് മനസ്സിലാക്കി ത്യാഗബുദ്ധി വളർത്തുന്നതിലേക്ക് ഈ മന്ത്രം ഉപകരിക്കും. ഓരോന്നും ഈശ്വരൻ്റേത് എന്ന് കണ്ട് തൻ്റേതല്ല എന്ന ബുദ്ധിയെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈശൻ അഥവാ ബ്രഹ്മം എന്തെന്നും അതുമാത്രമാണുള്ളതെന്നും താൻ അഥവാ ജീവൻ ബ്രഹ്മബോധത്തിലുള്ളവായിരിക്കുന്നുവെന്നും ഒടുവിൽ സ്വയം ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ അല്ല എന്നതിലേക്ക് നമുക്ക് വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മന്ത്രം ഉറപ്പിക്കുക. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയാറില്ലേ? ആരാണോ ബ്രഹ്മത്തെ അഥവാ ഈശനെ അറിയുന്നത് അവർ സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ. ഈ മന്ത്രം മേൽപ്പറഞ്ഞ ജ്ഞാനത്തെ ബുദ്ധിയാൽ സ്വാംശീകരിച്ച് അനുഭവിക്കുവാനുള്ള മാർഗങ്ങളെ തേടാൻ കഴിവില്ലാത്തവർ അഥവാ മന്ദപക്വർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഈശാവാസ്യം എന്ന മന്ത്രം ജ്ഞാനികൾക്കും ഈ രണ്ടാമത്തെ മന്ത്രം കർമ്മം ചെയ്യുന്നവർക്കും കർമ്മികൾക്കുമുള്ളതാകുന്നു. അതായത് 100 വർഷം ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്നവർ ഏതുതരം കർമ്മങ്ങളിൽ ആകൃഷ്ടരായിരിക്കണം എന്ന് പറയുകയാണ്. 100 വർഷം ജീവിക്കണമെന്ന ആഗ്രഹം ഏതായാലും ഒരു ജ്ഞാനകാംക്ഷിയിലോ ജ്ഞാനിയിലോ ഉണ്ടായിരിക്കില്ല. അവിദ്യയിൽ തന്നെയാണ് ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉദിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളവരുണ്ട്. അതായത് അല്പം പോലും സ്വസ്ഥമായി കർമ്മമുക്തരായിരിക്കുവാൻ കഴിയാത്തവരെ സംബന്ധിച്ച് പറയുകയാണ്. അവർക്ക് 100 വർഷം ജീവിക്കണമെന്ന ഇച്ഛയൊക്കെ നല്ലത് തന്നെ. എന്നാൽ ആ ജീവിതകാലത്ത് അവർ ഈശ്വരോന്മുഖമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കൊള്ളണം. അഗ്നിഹോത്രാദികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ അഗ്നിഹോത്രം ചെയ്യുകയൊന്നും സാധ്യമായിരിക്കില്ല. അഗ്നിഹോത്രാദികളെന്ന് സൂചിപ്പിക്കുന്നുവെങ്കിലും ഇതിനെ യോഗ സാധനകൾ എന്ന് കാണുന്നതാണ് ഉത്തമം. അതായത് കർമ്മത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് എത്താൻ ആവശ്യമായ ഉപാസനാ കർമ്മങ്ങൾ എന്തോ അതുമാത്രം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത്തരം കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടേണ്ടതാണെന്ന് പറയുകയാണ്. ഈ ജീവൻ്റെ വാസനകൾ അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ തരം കർമ്മങ്ങളോടായിരിക്കും പ്രിയമുണ്ടാവുക. അത് ഉപാസനകളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരേ ഉപാസനാ മാർഗങ്ങളായില്ല. അത് അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായത് എന്താണോ അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന ഉപാസനാ കർമ്മങ്ങൾ എന്താണോ അത് ഈശ്വരോന്മുഖമായി ത്യാഗബുദ്ധിയോടെ ഇതൊന്നും എൻ്റേതല്ല എന്ന ഭാവത്തോടെ അനുഷ്ഠിച്ചു കൊള്ളുക. ഇത്തരം കർമ്മങ്ങൾ നമ്മെ ബന്ധിക്കയില്ല.
അപ്പോൾ കർമ്മഫലങ്ങളെ ചേർത്ത് വയ്ക്കാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരം കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് നമ്മെ ബന്ധിക്കാത്തത്? നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭൗതിക സുഖങ്ങളെ കാക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, മുക്തിയെ കാക്ഷിച്ചുകൊണ്ട്, ഈശനെ കാക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മറ്റു ദോഷകർമ്മ ഫലങ്ങളൊന്നും തന്നെ ഉളവായി വരുന്നില്ല അവിടെ. അപ്പോൾ കർമ്മഫലത്തെ ചേർത്ത് വയ്ക്കാത്ത കർമ്മങ്ങൾ ചെയ്യുക, ഇതല്ലാതെ വേറെ ഒരു വഴിയും കർമ്മോന്മുഖരായവരെ സംബന്ധിച്ചില്ല. ഇതല്ലാതെ കർമ്മപാശത്തെ ലംഘിക്കാൻ കർമ്മികൾക്ക് വേറെ ഒരു വഴിയുമില്ല. അന്യതഃ ന അസ്ഥി ഇതഃ അന്യതഃ ന അസ്ഥി, ഇതല്ലാതെ കർമ്മകാണ്ഡത്തിൽ വേറെ വഴിയില്ല. ആസൂര്യാനാമതേ ലോക അന്ധേന തമസാവൃത. ഈ മന്ത്രം ഈശ്വരോന്മുഖരല്ലാത്ത അസുരന്മാരെക്കുറിച്ച് പറയുകയാണ്. ആസൂര്യാനാമതേ ലോക, ആരെയാണ് നാം അസുരന്മാരെന്ന് പറയുന്നത്? ഒരു തരത്തിലുമുള്ള ആത്മചിന്തയും ഇല്ലാത്ത ഈ ഭൂമിയിൽ ശരീരബദ്ധമായ സുഖങ്ങളിൽ മുഴുകി അതാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നവരാണ് അസുരന്മാർ. ഇങ്ങനെയുള്ളവരുടെ ലോകം തമസാവൃത, ഇരുൾ മൂടിയതാണ്. അവർ അജ്ഞാനമാകുന്ന ഇരുട്ടിലാണ്. ഇങ്ങനെ ആത്മവിചാരം അഥവാ ഈശ്വരോന്മുഖരല്ലാത്ത കർമ്മികൾ ആത്മഹന്താക്കളാണെന്നാണ് പറയുന്നത്. ഏകേ ചാത്മഹനോജനാഹ, അവർ ആത്മാവിനെ ഹനിക്കുന്നവരാണ്. അവരുടെ മരണം ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഇത്തരം ജീവാത്മാക്കൾ മരണശേഷം നീചലോകങ്ങളെ അഥവാ നരകങ്ങളെ പ്രാപിച്ച് വീണ്ടും ജനിമൃതി ചക്രത്തിൽ വീണുഴലുന്നു. അതായത് അവിദ്യയിൽ വീണ് ഇങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും ശരീരങ്ങളെ സൃഷ്ടിച്ച് നിത്യബദ്ധരായി തീരുകയാണ്. അതുകൊണ്ട് ദയവായി തീവ്ര സാധകന്മാർ, അതായത് മുക്തിയെ കാക്ഷിക്കുന്നവർ, ആത്മജ്ഞാനത്തെ അടയണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ മനസ്സിനെ വിഭ്രമിപ്പിക്കാൻ ഉതകുന്നതൊന്നും കാണാനോ കേൾക്കാനോ നിൽക്കരുത്. മനഃപൂർവ്വമായി അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ സാധകന്മാരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, തീവ്ര സാധകന്മാരെക്കുറിച്ച് പറയുകയാണ്. മനസ്സിനെ പരിപോഷിപ്പിക്കരുത്. മനസ്സുകൊണ്ട് പല ആഗ്രഹങ്ങളും സൃഷ്ടിച്ച് പലതും ആഗ്രഹിച്ച് അതിനെയൊക്കെ നേടാനുള്ള ശക്തി മനസ്സിനുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ആ മനസ്സ് നമ്മുടെ വഴിക്ക് വിഘാതമാണ്. നമ്മൾ ആ മനസ്സിനെ അടക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിൻ്റെ കുതിച്ചുചാട്ടങ്ങളെ ഇല്ലാതാക്കി, അതിനെ വരുതിയിലാക്കി, അതിനെ ആത്മത്തിൽ ലയിപ്പിച്ച് താൻ എന്താണോ അതായിരിക്കാൻ ശ്രമിക്കുന്നവരാണ് സാധകൻ. അപ്പോൾ ആ വഴി നടക്കുന്നവർ മനസ്സിന് വലിയ പോഷകാഹാരങ്ങളൊന്നും കൊടുക്കരുത്. അങ്ങനെ എവിടെ നിന്നെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ ലഭിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ അവിദ്യയിൽ വീണുഴലുന്ന മനുഷ്യർ വീണ്ടും വീണ്ടും ശരീരങ്ങളെ സൃഷ്ടിച്ച് നിത്യബദ്ധരായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈശ്വരോന്മുഖമായ കർമ്മങ്ങളിൽ മാത്രം മുഴുകാൻ സാധകൻ തീരുമാനിക്കേണ്ടതാണ്. അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്. ബ്രഹ്മം അഥവാ ചൈതന്യം അചലമാണ്, അത് മാറ്റമില്ലാത്ത സ്ഥിരവസ്തുവാണ്, അത് ഏകമാണ്, അതുമാത്രമേ ഉള്ളൂ. അനേജദേകം മനസ്സോ ജവിയോ, അത് മനസ്സിനേക്കാൾ വേഗമേറിയതാണ്. ഏറ്റവും വേഗമേറിയത് മനസ്സാണ് എന്ന് നാം പറയാറുണ്ട്. സങ്കല്പമാത്രയിൽ മനസ്സ് വിവിധ ലോകങ്ങളെ സൃഷ്ടിക്കുന്നു, ഭിക്ഷുവിനെ രാജാവാക്കുന്നു, സ്വർഗനരകങ്ങളെ കാണുന്നു. അത്ര വേഗമേറിയതാണ് മനസ്സ്. എന്നാൽ ബ്രഹ്മം ആ മനസ്സിനേക്കാൾ വേഗമേറിയതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അചലമായ ബ്രഹ്മം സഞ്ചരിക്കുമോ ചലിക്കുമോ എന്ന് തോന്നാം. അങ്ങനെയല്ല. മനസ്സ് കൽപ്പനയാൽ ഏത് ലോകത്തെത്തുമ്പോഴും അവിടെ ബ്രഹ്മം അഥവാ ചൈതന്യമുള്ളതായി കാണാം. അതായത് മനസ്സെത്തും മുമ്പേ ചൈതന്യം അവിടെയുണ്ട്. അതുകൊണ്ട് മനസ്സിനേക്കാൾ വേഗത്തിൽ ചൈതന്യം അഥവാ ബ്രഹ്മം അവിടെ എത്തി എന്ന് പറയുന്നു. എന്നാൽ നിജാവസ്ഥയിൽ എന്താണ്? മനസ്സ് ചരിക്കുന്നത്, ഈ കൽപ്പനകളെല്ലാം ഉളവാകുന്നത് ബ്രഹ്മത്തിൽ തന്നെയല്ലേ? ബ്രഹ്മമില്ലാത്തതായി ഒന്നും തന്നെ ഇല്ലാത്തയിടത്ത് മനസ്സ് എവിടേക്കെത്തിയാലും അതിനു മുമ്പേ ചൈതന്യം അഥവാ ബ്രഹ്മം അവിടെയുണ്ട്. അത് സ്ഥിരമായി അവിടെയുണ്ട്. എത്തുന്നത് മനസ്സ് മാത്രമാണ്.
ചൈതന്യം ഉള്ളിടത്തേക്ക് തന്നെയാണ് ഈ മനസ്സെത്തുന്നത്. മനസ്സ് ചൈതന്യത്തിൽ തന്നെ ചരിച്ച് ചൈതന്യത്തിൽ തന്നെ എത്തുകയാണ്. ഈ കൽപ്പനകളെല്ലാം ഉളവാക്കുന്നത് ആ ചൈതന്യത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മനസ്സ് ഇവിടെ മനസ്സിനേക്കാൾ വേഗമേറിയതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് സ്ഥിരമായി അവിടെ ഉണ്ട്. മനസ്സ് പറയുന്ന എല്ലായിടത്തും, അത് പാഞ്ഞെത്തുന്ന എല്ലായിടത്തും അതിനു മുമ്പേ ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നയനദേവ ആപ്നുവൻ പൂർവമർഷത്. ഈ ബ്രഹ്മതത്വത്തെ ദേവകൾക്കും ഗ്രഹിക്കാനാവുകയില്ല. ദേവകളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ് കേട്ടോ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കണക്കാക്കിയാൽ മതി. അത് ഇന്ദ്രിയങ്ങളാണല്ലോ നമുക്ക് ലോകമെന്ന ഗ്രാഹ്യത്തെ ഉളവാക്കുന്നത്. അന്യമായത് കാണുന്നു, കേൾക്കുന്നു, ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ് സാധ്യമാക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾക്കൊന്നും ബ്രഹ്മത്തെ ഗ്രഹിക്കാനാവുകയില്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്നതിനെയെല്ലാം കടന്നു നിൽക്കുകയാണ് ബ്രഹ്മം. എന്തെങ്കിലുമാണ് എന്ന ധാരണ കൊണ്ടുവരുമ്പോഴേക്കും അതിനെയും കടന്നിരിക്കുന്നു ബ്രഹ്മം. വായുവിന് ചലിക്കണമെങ്കിൽ, അതിൻ്റെ വിവിധ ധർമ്മങ്ങളെ നടപ്പാക്കണമെങ്കിൽ ബ്രഹ്മചൈതന്യം ഉണ്ടാവണം. ആ ചൈതന്യം തന്നെ വായുവിന് ജീവൻ അഥവാ ചലനമായിരിക്കുന്നത്. അതില്ലാതെ ആ ചൈതന്യം അഥവാ ബ്രഹ്മമില്ലാതെ ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. ആ ചൈതന്യം ഉണ്ടായിരിക്കണം അവിടെ. അതാണ് എന്തിൻ്റെയും ജീവൻ, എന്തിൻ്റെയും ശക്തി ആ ചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യമില്ലാതെ വായുവിനും ചലിക്കുക അസാധ്യമാണ്. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യതഃ. തദേജതി, അതുതന്നെ ചലിക്കുന്നു. ചലിക്കാത്തതും അത് തന്നെ. ദൂരെയുള്ളത് അതാണ്, അടുത്തുള്ളതും അത് തന്നെ. ബ്രഹ്മം ഒരേ സമയം ചലവും അചലവുമായിരിക്കുന്നു. എങ്ങനെ? എന്തുകൊണ്ട്? അചലമായ ബ്രഹ്മം അത് ചലിക്കാനിടയില്ലാത്ത വിധം സകലയിടത്തും വ്യാപിച്ചിരിക്കുന്നതിനാൽ അത് അചലമായിരിക്കുന്നു. എങ്ങോട്ടെങ്കിലും ചലിക്കണമെങ്കിൽ അവിടെ ഒഴിഞ്ഞ ഒരിടം ഉണ്ടായിരിക്കണമല്ലോ, അവിടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം ചലിക്കാൻ. അങ്ങനെ ഒരു സ്പേസും ഒരിടവും ബ്രഹ്മമില്ലാത്തതായി ഇല്ല. അപ്പോൾ പിന്നെ ബ്രഹ്മം എങ്ങോട്ട് ചലിക്കാനാണ്? അതുകൊണ്ട് തന്നെ അത് അചലമായിരിക്കുന്നു. എന്നാൽ ബ്രഹ്മബോധത്തിൽ ഉളവായ സകല ചരാചരങ്ങളും ബ്രഹ്മത്തിൽ തന്നെ ചലിക്കുന്നു എന്നതിനാൽ അത് ചലവുമായിരിക്കുന്നു. ഈ ബ്രഹ്മബോധത്തിൽ ഉളവായിരിക്കുന്ന ഈ കുമിളകൾ, ഈ ഇരുന്ന് സംസാരിക്കുന്നതും ഈ കേൾക്കുന്നതുമായ ഈ രൂപങ്ങളെല്ലാം, ഈ കുമിളകളെല്ലാം ബോധത്തിൽ തന്നെ ചലിക്കുന്നു എന്നതിനാൽ അത് ചലവുമായിരിക്കുന്നു. ഇതും ബ്രഹ്മം തന്നെയല്ലോ. ബ്രഹ്മബോധത്തിൽ ഉളവായതെല്ലാം ബ്രഹ്മം തന്നെ എന്ന കൽപ്പനയെ അല്ലെങ്കിൽ എന്ന സത്യത്തെ നാം ആശ്രയിച്ചാൽ ചലിക്കുന്നതും ബ്രഹ്മം തന്നെ. എന്നാൽ അചലമായതിൽ തന്നെയാണ് ഇതെല്ലാം ചലിക്കുന്നത്. അതുകൊണ്ട് ഒരേ സമയം ബ്രഹ്മം അചലവും ചലവുമായിരിക്കുന്നു. അങ്ങനെ സ്വയം അചലമായി നിന്നുകൊണ്ട് സകലതിനെയും ചലിപ്പിക്കുന്നു ബ്രഹ്മം. തദ്ദൂരെ തദന്തികേ, ബ്രഹ്മം അകലെയായിരിക്കുന്നു, അതേസമയം തന്നെ ഏറ്റവും അടുത്തായിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത്? എങ്ങനെയുള്ളവർക്കാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ ദൂരെയായിരിക്കുന്നത്? സംസാരികൾ അഥവാ അവിദ്യാലുക്കൾക്കാണ് ഈശ്വരൻ ദൂരെയായിരിക്കുന്നത്, ബ്രഹ്മം ദൂരെയായിരിക്കുന്നത്. അവർ തങ്ങളിൽ നിന്നും അന്യമായ വിദൂരത്തിലിരിക്കുന്ന ഒരു ശക്തി എന്ന് ഭ്രമിച്ചിരിക്കുകയാണ് ഈശ്വരനെക്കുറിച്ച്. ഈശ്വരൻ ആകാശങ്ങളിലിരിക്കുന്നു എന്നോ വിദൂരങ്ങളിലിരിക്കുന്നെന്നോ മറ്റേതോ ലോകങ്ങളിലിരിക്കുന്നു എന്നോ വിചാരിക്കുകയാണ്. അതൊരു ഭ്രമമാണ്, അവിദ്യയാൽ ഉളവായ ഭ്രമം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വിദൂരത്തിലായിരിക്കുന്നു ഈശ്വരൻ. എന്നാൽ ജ്ഞാനി അഥവാ വിദ്യാലുക്കൾക്കോ വിദ്വാൻമാർക്കോ ഈശ്വരൻ അഥവാ ബ്രഹ്മം താൻ തന്നെയായിരിക്കുന്നതിനാൽ അത് ഏറ്റവും അടുത്തതാകുന്നു. അവിദ്യയിൽ അഥവാ അജ്ഞാനത്തിൽ ബ്രഹ്മം വിദൂരത്തിലായിരിക്കുന്നു. വിദ്യ അഥവാ ജ്ഞാനത്തിൽ ഏറ്റവും സമീപസ്ഥമായതും ബ്രഹ്മം തന്നെയാണ്. തദന്തരസ്യ സർവസ്യ തത് സർവാസ്യസ്യ ബാഹ്യത. ബ്രഹ്മം സർവത്തിലും സകലതിനും ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പുറത്തും വ്യാപിച്ചിരിക്കുന്നു. അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു.
എല്ലാ ജീവരൂപങ്ങൾക്കുമുള്ളിൽ ചൈതന്യമായി നിന്ന് അവയെ ചലിപ്പിക്കുന്നതും അകംപുറമില്ലാതെ ഇടതടവില്ലാതെ പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. അത് അകംപുറമില്ലാതെ അഖണ്ഡമായി വ്യാപിച്ചിരിക്കുകയാണ്. അകംപുറം എന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഇടയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതണ്ട. എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ അതും ബ്രഹ്മം തന്നെയാണ് കേട്ടോ. അങ്ങനെ ചലവും അചലവും ബ്രഹ്മം തന്നെ, ദൂരെയുള്ളതും സമീപത്തുള്ളതും ബ്രഹ്മം തന്നെ, അകത്തുള്ളതും പുറത്തുള്ളതും സർവവും ബ്രഹ്മം തന്നെ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. യസ്തു സർവാണി ഭൂതാനി ആത്മേനന്യവാവശ്യതി. ഇങ്ങനെ സമസ്തത്തിലും ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്ന ജ്ഞാനി അന്വേഷി ഒന്നിനെയും നിന്ദിക്കുകയില്ല, അവരൊന്നിനെയും വെറുക്കുന്നില്ല, അവരൊന്നിനെയും വിധിക്കുന്നില്ല. എല്ലാ ഭൂതങ്ങളിലും താൻ തന്നെ എങ്കിൽ കാണായ രൂപങ്ങളെല്ലാം താൻ തന്നെ എന്ന് വന്നാൽ അവിടെ പിന്നെ വെറുപ്പോ നിന്നയോ ഉണ്ടോ? ഇല്ല. പല രൂപങ്ങളായി, പല ആശയങ്ങളായി, പല നിറങ്ങളായി, പല ലിംഗങ്ങളായി, അനേകമായി കാണപ്പെടുന്നതെല്ലാം താൻ തന്നെ എന്നുറച്ചാൽ പിന്നെ നമുക്ക് ഇഷ്ടം, അനിഷ്ടം, മമത, വിദ്വേഷം ഇവയൊന്നുമില്ല. അവൻ ശരിയല്ല, ഇവൾ ചെയ്തത് ശരിയായില്ല, ഇതങ്ങനെയല്ല സംഭവിക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയുള്ള അന്യത്വത്തിൽ നിന്നുളവാകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും, അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും പിന്നെ ഉണ്ടാകുകയില്ല. ഇതെല്ലാം അവിടെ അവസാനിക്കും. ഒരു ജ്ഞാനി ഈ ലോകലീലകളെ വീക്ഷിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇത് താൻ തന്നെ കളിക്കുകയാണെന്ന്, എല്ലാ കളിക്കോപ്പുകളും താൻ തന്നെ എന്നും തനിക്കറിയാമെങ്കിൽ പിന്നെ എന്തിനോടെങ്കിലും പ്രത്യേക മമതയുണ്ടോ? ഇല്ല. വിദ്വേഷമുണ്ടോ? ഇല്ല. നമ്മൾ വെറുതെ ഇതൊക്കെ കണ്ടും കയ്യിൽ വരുന്നത് ഭുജിച്ചും സദാ നിർമ്മലമായ പ്രശാന്തിയായി ഇങ്ങനെ ഇരിക്കണം. എല്ലാ രൂപങ്ങൾക്കും ഈ ഒരു ചെറിയ അറിവുളവായാൽ ഈ ലീലാഭൂമി വളരെ ശാന്തവും സൗമ്യവുമായ എല്ലാത്തരം രൂപങ്ങൾക്കും കൊള്ളാവുന്ന ഒരിടമായി മാറും. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവ ഭൂദ്വിജാനതഃ. ഇത്തരത്തിൽ ആരാണോ എല്ലാ ഭൂതങ്ങളെയും പരമാത്മാവ് തന്നെ എന്ന് ദർശിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളെയും സർവഭൂതങ്ങളും അനന്തതയിൽ ഒന്ന് തന്നെയാണ്, ആത്മാവിൽ ഒന്ന് തന്നെയാണ് എന്നറിയുന്നത്, അവർക്ക് മോഹമെവിടെ, ശോകമെവിടെ? ഈ ലോകം, ഈ മായ എന്താണ് എന്നറിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനോടും ഒരു മോഹവും ഉണ്ടാവുകയില്ല. മോഹമില്ലാത്തടത്ത് ശോകവും ഉണ്ടാവുകയില്ല. അടുത്തത് ആത്മം അഥവാ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അഥവാ സ്വസ്ഥിതി എന്താണ് എന്ന് പറയുകയാണ്. ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അത് ആകാശം പോലെ അനന്തവും ഇടതടവില്ലാത്തതും അഖണ്ഡവുമായിരിക്കുന്നു. അത് ശുദ്ധമായിരിക്കുന്നു. അതേറ്റവും പ്രഭയുള്ളതായിരിക്കുന്നു. അത് രൂപരഹിതമായിരിക്കുന്നു. അതിനൊരു ലിംഗരൂപങ്ങളുമില്ല. പുരുഷൻ എന്ന് നാം ബ്രഹ്മത്തെ കൽപ്പിക്കുന്നത് പുല്ലിംഗം എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ബ്രഹ്മത്തിന് ലിംഗശരീരമില്ല. അത് അവ്രണമാണ്. അതിനൊരു വ്രണങ്ങളും മുറിവുകളുമില്ല. അതിന് ഞരമ്പുകളില്ല. എന്ന് വെച്ചാൽ അതിന് സ്ഥൂലമായ കാണായ ഒരു ശരീരമില്ല എന്നർത്ഥം. മനുഷ്യ ശരീരം പോലെ ഒരു ശരീരമില്ല അതിന്. ബ്രഹ്മം നിർമ്മലമായിരിക്കുന്നു. അതല്പം പോലും അവിദ്യയില്ലാത്തത് അഥവാ കാരണ ശരീരവും ഇല്ലാത്തതായിരിക്കുന്നു. അതിനൊരു പാപങ്ങളുമില്ല, ധർമാധർമ്മങ്ങളില്ല. അത് കവിയും മനീഷിയുമായിരിക്കുന്നു. കവി എന്നാൽ സാക്ഷി എന്നാണ് കേട്ടോ അർത്ഥം. അത് കവിത എഴുതുന്നു എന്നല്ല. കവി എന്നാൽ സാക്ഷി. അത് സകലതിനും സാക്ഷി അഥവാ സകലതിനും അപ്പുറമുള്ളത് കാണാൻ കഴിയുന്നവനായിരിക്കുന്നു. കവി ദീർഘദർശിയായിരിക്കണമെന്ന് നമ്മൾ കവിത എഴുതുന്ന കവികളെക്കുറിച്ചും പറയാറുണ്ട്. പുറമേ കാണുന്നതിനപ്പുറം കാണാൻ കഴിയുന്നവൻ, എല്ലാത്തിനും അപ്പുറമുള്ളത് കാണാൻ കഴിയുന്ന മനീഷി. സർവജ്ഞനാണ് ബ്രഹ്മം. എല്ലാ ജ്ഞാനവും ബ്രഹ്മം തന്നെയാണ്. സകല അറിവുകളും ഉള്ളത് ബ്രഹ്മത്തിനാണ്. ബ്രഹ്മം സർവശ്രേഷ്ഠമാണ്. അത് സ്വയംഭൂവാണ്. അതിന് ജനനമോ മരണമോ ഇല്ല. സദാ ഉള്ളതാണ്. അതിൻ്റെ ആധാരം അതുതന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഈ ലോകലീലകളെ സംവിധാനം ചെയ്തിരിക്കുന്നത്.
ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഓരോ സംഭവ വികാസങ്ങളും എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത്, എന്തുകൊണ്ട് സംഭവിക്കണം എന്നതിനെ വരച്ചിട്ടിരിക്കുന്നത് ബ്രഹ്മമാണ്. കർമ്മങ്ങളുടെ നിയമവും അങ്ങനെ തന്നെയാണ്. കർമ്മത്തിന് കർമ്മഫലം എന്തായിരിക്കണം എന്നത് ബ്രഹ്മനിശ്ചിതമാണ്. അതായത് ഈ ഒരു ടോട്ടൽ ഗെയിം പ്ലാൻ ബ്രഹ്മത്തിൻ്റേതാണ്. ഇത് പൂർവ്വനിശ്ചിതമായ നന്നായി ക്രമപ്പെടുത്തിയ നിയമാവലികളോടുകൂടിയ ഒരു കളിയാണ്. അതിലൊരു കുറ്റവും കുറവും പറയാനില്ല. നന്നായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് അത്. അന്ധം തമഹ പ്രവിശന്തി യേ അവിദ്യാമുപാസതേ. ഈ പറയുന്നത് വിദ്യാവാനും അവിദ്യാവാനും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിദ്യ അഥവാ മായയെ ഉപാസിക്കുന്നവർ അന്ധകാരത്തിലാണ്ടുപോകുന്നു. ആരാണോ സ്വ ആത്മത്തെ മറന്ന് മായാരൂപമായ ഈ ലോകത്തെ പ്രണയിക്കുന്നത്, ലോക ശരീര വിഷയങ്ങളിൽ തൽപരരായിരിക്കുന്നത്, അവർ ഇരുട്ടിലാണ്ടു പോവുകയുള്ളൂ. അവർ ഈ ജനിമൃത് ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ശരി, അവർക്ക് വിദ്യയുടെ വെളിച്ചം ലഭിക്കാത്തതിനാലാണല്ലോ ഈ അവിദ്യയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. അത് ഒരു തെറ്റല്ല. അവർക്ക് ആ പ്രകാശം വരുമ്പോൾ അവർക്ക് അതിലേക്ക് ചരിക്കാൻ കഴിയും. എന്നാൽ വിദ്യ അഥവാ ജ്ഞാനമാർജിച്ചവർ, അതായത് പലതരം ശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദാന്തവും ഒക്കെ പഠിച്ച് ഇതാണ് ഈശ്വരനിലേക്കുള്ള വഴി എന്ന് മനസ്സിലാക്കിയിട്ട് അത് അനുഭവിക്കുവാനുള്ള പണികൾ ചെയ്യാതെ ഈ പഠിച്ചതെല്ലാം പാടി നടന്ന് വിദ്വാൻ എന്ന് നടിക്കുന്നവർക്കും ഗതി ഇത് തന്നെയാണ്. അവർക്കും ഈ അന്ധകാരം തന്നെ ഫലമാവുകയുള്ളൂ. അവിദ്യാവാനേക്കാൾ ഘോരാന്ധകാരമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ വിദ്യാഭിമാനം, അല്ലെങ്കിൽ താൻ വിദ്വാനാണ്, ജ്ഞാനിയാണ് എന്ന അഹന്താഭാവം അല്പമെങ്കിലും എവിടെയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അവർ അവിദ്യയിൽ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സാധകൻ അഥവാ അന്വേഷി തൻ്റെ ആർജിത അറിവുകളിന്മേലുള്ള അഹന്തയെ വെടിഞ്ഞ് ഈ അഹന്തയും അഭിമാനബോധവും എല്ലാം മായ തന്നെയാണ് എന്ന് മനസ്സിലാക്കി മിണ്ടാതെ നമ്മൾ ഈ മനസ്സിലാക്കിയതിനെയെല്ലാം തൊട്ടനുഭവിക്കാനായി ശ്രമിച്ചു കൊള്ളുക. എങ്കിലേ മുക്തരാകുന്നുള്ളൂ. അനുഭവിക്കുമ്പോഴേ നാം മുക്തരാകുന്നുള്ളൂ. വീണ്ടും പറയുകയാണ്, നമ്മൾ മിണ്ടാതെ നമ്മുടെ പണിയെടുത്തുകൊണ്ട് ഒരു വശത്തിരുന്നുകൊള്ളുക. നന്നായിട്ട് പ്രവർത്തിക്കുക. സാധന അതികഠിനമായ സാധനയിലായിരിക്കുക എപ്പോഴും. ഇത് തന്നെ ആയിരിക്കണം സദാ ഉള്ളിൽ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും മറ്റ് ദൈനംദിന കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴുമെല്ലാം തന്നിൽ തന്നെ ആയിരിക്കുക. ഇതേ ബ്രഹ്മചിന്തയിൽ തന്നെ ആയിരിക്കുക എപ്പോഴും. അന്യദേവാഹുർ വിദ്യ അന്യദാഹുര വിദ്യ. ജ്ഞാനാന്വേഷിയായ സാധകൻ എങ്ങനെയായിരിക്കണം? ഇന്ദ്രിയ വിഷയങ്ങളെ ഇതെല്ലാം കേവലം ക്ഷണികമായ സൗഖ്യങ്ങൾ മാത്രമെന്ന് കണ്ടറിഞ്ഞ് അതിനെ നിരാകരിച്ചവരാകണം. ഈ ലോകം ഇല്ലാതായി പോകുന്ന വെറും മായക്കുമിള തന്നെ എന്ന് കണ്ട് മോഹമുക്തരായിരിക്കണം. ലോകം കണ്ട് ഭ്രമിക്കരുത്. ഈശ്വരൻ അഥവാ ചൈതന്യത്തിലുള്ള പരിപൂർണമായ നിസ്സംശയമായ വിശ്വാസം. ഈ ലോകം നമുക്ക് എന്തെല്ലാം സുഖങ്ങളെ വെച്ച് നീട്ടിയാലും അതെല്ലാം നിസ്സാരമായി കാണണം സാധകൻ. ശരീരം, പ്രശസ്തി, സൗന്ദര്യം, പാണ്ഡിത്യത്തിലുള്ള അഭിമാനം, ഇതെല്ലാം ആർക്കാണ്? ഇതെല്ലാം മനസ്സിനാണ്. മനസ്സിൻ്റെ ഒരു സുഖമാണിതെല്ലാം. ആ മനസ്സിനെ നാം വരുതിയിലാക്കണം. മേൽപ്പറഞ്ഞതൊന്നും നമ്മെ ഭ്രമിപ്പിക്കരുത് എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജ്ഞാനാനുഭവം സാധ്യമാവുകയുള്ളൂ. നാം പഠിച്ചത് പാടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ജ്ഞാനാനുഭവം അഥവാ സാക്ഷാത്കാരനില അത് പാണ്ഡിത്യത്തിൽ നിന്നും ഭിന്നമാണ്. അത് വേറെ നിലയാണ്. അതുപോലെ തന്നെയാണ് കർമാദികൾ അനുഷ്ഠിക്കുന്നവർക്കും അതിൻ്റെ ഫലം വ്യത്യസ്തമാണ്. അഗ്നിഹോത്രാദികളും ദൈവിക വൈദിക കർമ്മങ്ങളും ഇതെല്ലാം നമുക്ക് നൽകുന്ന ഫലം വ്യത്യസ്തമാണ്. കർമാദികൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ നാം മുൻപ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് വിശദീകരിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ജ്ഞാനമാർഗത്തിലും കർമ്മമാർഗത്തിലും
വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിവുള്ള മഹത്തുക്കൾ, ധീരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിദ്യാം ച വിദ്യാം ചയസ്തദ്വേദോ ഭയം സഹ. ആത്മവിദ്യയ്ക്ക് അഥവാ ജ്ഞാനത്തിനുതകുന്നതായ കർമ്മങ്ങളെ നിശ്ചയമായും അനുഷ്ഠിക്കേണ്ടതാണ്. കർമ്മങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ ധാരണകൾ നാം നീക്കണം. ശാസ്ത്രാനുസാരികളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക തന്നെ വേണം. ഉദാഹരണത്തിന് സ്വാധ്യായം കർമ്മമാണ്. ജപം, ഹോമം, ധ്യാനം ഇവയെല്ലാം പ്രവൃത്തികൾ തന്നെയാണ്. ഇതനുഷ്ഠിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തെയും ശരീരത്തോട് ചേർന്ന് വന്നിരിക്കുന്ന പ്രാരാബ്ധങ്ങളെയും അതെല്ലാം പോകുന്നതിനാവശ്യമായ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെയ്യുക തന്നെ വേണം. ശരീരത്തെ ചലിപ്പിക്കാതെ ഒരിടത്ത് ഇരുന്നത് കൊണ്ട് ആയിട്ടില്ല. എന്തായാലും നമുക്കൊരു ശരീരം കിട്ടി. അപ്പോൾ ആ ശരീരത്തിന് അതിൻ്റേതായ ചില ആവശ്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിൻ്റെ ജീവൻ നിലനിർത്താനായത് കൊടുക്കുക, ആത്മാവിന് ഭുജിക്കാൻ ആവശ്യമായത് കൊടുക്കുക, അതെല്ലാം ചെറിയ ചെറിയ കർമ്മങ്ങളാണ്. അപ്പോൾ ഒരു സംശയം ചോദിക്കാറുണ്ടല്ലോ ഇടയ്ക്ക്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, ഓഫീസ് കാര്യങ്ങൾ, ജോലി, നമ്മളോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന മറ്റു പ്രാരബ്ധങ്ങൾ, നമ്മുടെ കുടുംബം. അപ്പോഴെനിക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജോലിയിലായിരിക്കുന്ന ഗൃഹസ്ഥൻ ഇതെല്ലാം മായ തന്നെ, അല്പകാലത്തേക്കുള്ളത് തന്നെ എന്ന ഉത്തമ ബോധ്യത്തോടെ തൻ്റെ കർമ്മത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഈ കാര്യത്തെ നന്നായിട്ട് മനസ്സിലാക്കി ഇതൊരു കളിയാണ്, ഇത് എനിക്ക് തന്നിരിക്കുന്ന ഒരു വേഷമാണ് എന്ന് മനസ്സിലാക്കി ആ ബോധം, എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊള്ളണം. അവിടെ അയാളെ ഒന്നും ബന്ധിക്കുകയില്ല. ഇതെല്ലാം ഒരു നാടകമാണ്, മായയാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ വരുന്ന കർമ്മങ്ങളെ ചെയ്തുകൊള്ളണം. ബാക്കിയുള്ള സമയത്ത് നമ്മുടെ സാധനങ്ങളിൽ നമുക്ക് ഏർപ്പെടാവുന്നതാണ്. നമ്മളിങ്ങനെ ഒരിടത്തിരിക്കും, ചുറ്റുമുള്ളവരെല്ലാം കൊണ്ട് തന്നുകൊള്ളണം എന്നൊരു ജ്ഞാനി ഒരിക്കലും ചിന്തിക്കുകയില്ല. അവരെല്ലാവരും തന്നാലാവുന്നത് ചെയ്ത് തൻ്റെ ഭക്ഷണം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ താൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ് എന്ന അഭിമാനമെല്ലാം കളഞ്ഞ് താൻ കേവലം ബ്രഹ്മം മാത്രമാണെന്നുള്ളാലുറച്ച് ശുദ്ധമാനസരായി തൻ്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അവർക്ക് കർമ്മദുഃഖങ്ങൾ ഉണ്ടാകുകയില്ല. കാരണം അങ്ങനെയുള്ളവർ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കർമ്മം ചെയ്താൽ ക്രമേണ നമുക്ക് കർമ്മമാർഗത്തിലും മുന്നേറാൻ സാധിക്കുന്നതാണ്. അന്ധം തമഹ പ്രവിശന്തി യേ സംഭൂതിമുപാസതേ. ഇനി വിജ്ഞാനത്തിനുതകാത്ത അവിദ്യാകാരകമായ കർമ്മങ്ങൾ എന്താണ് എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഫലത്തെ കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ നാം അവിദ്യ എന്ന് പറയുന്നു. അത്തരം കർമ്മങ്ങളെല്ലാം അവിദ്യ തന്നെയാണ്. സ്വർഗത്തെ, പുത്രനെ, സുഖങ്ങളെ ഇതെല്ലാം കാക്ഷിച്ച് നടത്തുന്ന യാഗം അവിദ്യയാണ്, അകർമ്മമാണ്. ഭൗതിക സുഖം കാക്ഷിച്ച് നടത്തുന്ന ജപം അവിദ്യയാണ്. ഇങ്ങനെയുള്ളവർ വീണ്ടും ബദ്ധരാകുകയുള്ളൂ. തത്വം മനസ്സിലാക്കാത്ത ഭക്തിയും കർമ്മവും എല്ലാം സംസാരത്തെ വളർത്തുകയുള്ളൂ. അവരും അന്ധകാരത്തിലാണ്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാർപ്പിതമായിരിക്കണം സർവകർമ്മങ്ങളും. എന്ത് പ്രവൃത്തിയിലായിരിക്കുമ്പോഴും താൻ സ്വയം ചൈതന്യം തന്നെ എന്നതിനെ മറന്നുപോകാതിരിക്കണം. കർമ്മവും ബ്രഹ്മവും രണ്ടല്ല, ഒന്ന് തന്നെ എന്ന് കണ്ട്, കർമ്മത്തെ ഈശ്വരൻ തന്നെ എന്ന് കണ്ട് ഈശ്വരന് സൗഖ്യം തോന്നുന്ന സത്കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. കാര്യം മനസ്സിലായല്ലോ? നമ്മളൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും അതല്ല മറ്റെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ ഏറ്റവും ശുദ്ധമാനസരായി, ഏറ്റവും നൈർമല്യത്തോടെ സത്യത്തെ മുൻനിർത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. തനിക്ക് മുന്നിൽ വരുന്നവൻ ആരായിരുന്നാലും അത് താൻ തന്നെ എന്ന് കണ്ട്, തന്നോട് ആരെങ്കിലും സ്വയം മോശമായി പെരുമാറുമോ? ഇല്ല. തന്നോട് ആരെങ്കിലും നീ എനിക്ക് 100 രൂപ തന്നാൽ മാത്രമേ ഇത് ചെയ്യൂ എന്ന് സ്വയം പറയുമോ? ഇല്ല. അപ്പോൾ സ്വയം താൻ തന്നെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് കണ്ട് തനിക്ക് വേണ്ടി താൻ എത്ര നന്നായി ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുമോ അതേ നൈർമല്യത്തോടെ ആ ഒരു ബോധത്തോടു കൂടി നാം ആ കർമ്മത്തെ ചെയ്തു പോയാൽ
ഉറപ്പായും അത് നമ്മെ രക്ഷിക്കും. ആ കർമ്മത്തിന് ദുഷ്ഫലം ഉണ്ടാകുകയില്ല, സദ്ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്യദേവാഹു സംഭവാത് അന്യദാഹുര സംഭവാത്. ബ്രഹ്മോപാസനയും അന്യദേവതകളെ ഉപാസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മോപാസന രൂപരഹിതവും അഖണ്ഡവും ആദിമധ്യാന്തരഹിതവും അളവറ്റതും അതിരറ്റതുമായ ബ്രഹ്മത്തെ, ചൈതന്യത്തെ ആരാണോ മോക്ഷലക്ഷ്യാർത്ഥമായി നിരന്തരം ഉപാസിക്കുന്നത്, ആരാണോ താൻ സ്വയം എന്താണോ അത് നിരന്തരം തിരയുന്നത്, അവർക്ക് ബ്രഹ്മത്തെ വെളിവാകുന്നു. താൻ സ്വയം എന്താണോ അത് തെളിയുന്നു, മറഞ്ഞിരിക്കുന്നത് വീണ്ടും തെളിയുന്നു. അതാണ് ബ്രഹ്മോപാസനയുടെ ഫലം. എന്നാൽ സ്വർഗം ലഭിക്കാനും മറ്റ് സ്വാർത്ഥലാഭങ്ങൾക്കുമൊക്കെയായിട്ട് പലവിധ മൂർത്തി ഉപാസന ചെയ്യുന്നവർക്കുള്ള ഫലം എന്താണ്? അത് വളരെ വ്യത്യസ്തമാണ്. അവിടെ കർമ്മവും കർമ്മഫലവും എന്നതും സുനിശ്ചിതമായി അനുഭവിക്കാൻ ഇടവരും. ഈശ്വര പൂജ ചെയ്ത് പലവിധ കാമങ്ങളെ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഫലമായി സുഖം തന്നെ ലഭിക്കുമെന്ന് നാം കരുതരുത്. ആദ്യം സുഖമെന്ന് തോന്നുമെങ്കിലും അവ അല്പകാലത്തിൽ ദുഃഖഹേതുവായി വരും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അപ്പോൾ നമ്മളുടെ ജപം, ഉപാസന, മൂർത്തിധ്യാനം, പിതൃകർമ്മം, ഗുരുസേവ ഇതെല്ലാം ബ്രഹ്മോന്മുഖമായിരിക്കണം. ഇതെല്ലാം നാം വാസനാക്ഷയത്തിനായിരിക്കണം ചെയ്യേണ്ടത്. ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുമ്പോൾ നാം നമ്മുടെ ആ കൽപ്പനാശക്തികളോട്, മൂർത്തികളോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ചിത്തശുദ്ധി നൽകണേ എന്നായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. തൻ്റെ പൂർവാർജിത വാസനകളെ കളഞ്ഞ് മുക്തിമാർഗത്തിലേക്ക് നയിക്കണേ എന്നാവണം ആ പ്രാർത്ഥന. അതാണ് വഴി. അങ്ങനെ ചിത്തശുദ്ധി വരുമ്പോൾ നാം സ്വയമേവ ബ്രഹ്മനിഷ്ഠരായിത്തീരും. ഇത് ശുശ്രുമധീരാണാം. ഇത് ധീരന്മാരായ ജ്ഞാനികളായ നമ്മുടെ പൂർവികർ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് തന്നെ നമ്മളും ആവർത്തിച്ചു പറയുന്നു. സംഭൂതി ച വിനാശം ച യസ്തദ്വോദോ ഭയം സഹ. അങ്ങനെ നശ്വരമായ ദേവ പിതൃമൂർത്തി പൂജകളൊക്കെ അനശ്വരമായ ബ്രഹ്മത്തെ അറിയുന്നതിലേക്കായി ആര് വിനിയോഗിക്കുന്നു, അവർ അനശ്വരമായ ബ്രഹ്മം തന്നെയായിത്തീരും. എന്തുകൊണ്ടാണ് ദേവതകളും പിതൃക്കളും എല്ലാം മറ്റു മൂർത്തി രൂപങ്ങളും എല്ലാം നശ്വരമാണ് എന്ന് പറയുന്നത്? അവ നിർമ്മിതമായതാണ്, ഉൽപ്പന്നമാക്കപ്പെട്ട കൽപ്പനകളായതിനാലാണ്. അവയും ഈ മായയിൽ തന്നെ ആകയാൽ അവയും നശ്വരമാണ്, നാശമുള്ളതാണ്. എന്നാൽ ഈ രൂപങ്ങളെ, കൽപ്പനകളെ ഉപാസിച്ചുകൊണ്ട്, എങ്ങനെ ഉപാസിച്ചുകൊണ്ട്? മറമായ്ക്കാനായി ഉപാസിച്ചുകൊണ്ട് നാം ബ്രഹ്മത്തിലേക്ക് എത്തണം. ഉപാസിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ സഗുണോപാസന ചെയ്യുമ്പോൾ തന്നെ നിർഗുണത്തെ മറന്നു പോകരുത്. അതാണ് പരമസത്യം എന്ന് മനസ്സിലാക്കി രണ്ടും ഒരേ സമയം ചെയ്യാവുന്നതാണ് എന്ന് പറയുകയാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ബ്രഹ്മത്തോടുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കണം ഒരു സാധകൻ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ഒരു സാധകൻ അല്ലെങ്കിൽ ഭക്തൻ എങ്ങനെയാണ് ബ്രഹ്മത്തെ ഭജിക്കേണ്ടത് എന്ന് പറയുകയാണ്. പൂഷാവ് അഥവാ ബ്രഹ്മം. പൂഷാവ് എന്നാൽ ജഗത്തിനെ പോഷിപ്പിക്കുന്നവൻ. ജഗത്തിനെ പോഷിപ്പിക്കുന്നത് ആരാണ്? ബ്രഹ്മമാണ്. അല്ലയോ പൂഷാവേ, ബ്രഹ്മമേ. ഹിരൺമയേന പാത്രേണ, ഏറ്റവും തിളക്കമാർന്ന സ്വർണവർണ്ണമാർന്ന സൂര്യനെ പോലെയുള്ള പാത്രം കൊണ്ട്, അത്ര തിളക്കമേറിയ പ്രകാശത്താൽ സത്യസ്വരൂപമായ അങ്ങയുടെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അതായത് സത്യവസ്തു അഥവാ ബ്രഹ്മം അളവറ്റതും ആനന്ദഭരിതവും അത്യുജ്വലവുമായ പ്രകാശത്താൽ മറയപ്പെട്ടിരിക്കുന്നു. ആ പ്രകാശം ബോധമാണ്. പ്രകാശത്തിൻ്റെ ഉറവിടം പ്രകാശം തന്നെയായിരിക്കുന്നു. ബോധാതീത എന്നതിനെപ്പറ്റി നാം സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി ഇതിനെ ചേർത്ത് വായിച്ചുകൊള്ളണം. അങ്ങനെ ചേർത്ത് മനസ്സിലാക്കിക്കൊള്ളണം. ആ പ്രകാശത്താൽ എനിക്ക് അങ്ങയെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല. സ്വധർമ്മമായ ബ്രഹ്മഭക്തി അഥവാ ആത്മാന്വേഷണം നടത്തുന്ന എനിക്ക് ആ മൂടി നീക്കി അങ്ങയുടെ ചൈതന്യപൂർണമായ മുഖത്തെ ദർശിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രപഞ്ചത്തിലെ മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അതിശക്തമായ പ്രകാശത്താൽ ആ സ്വരൂപത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, മായയാൽ ആ സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ മായാമറ നീക്കി അങ്ങയുടെ മുഖം എനിക്ക് ദർശിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂഷന്നേകർഷേ യമസൂര്യ പ്രാജാപത്യവ്യൂഹരശ്മിൻ സൂര്യ. അല്ലയോ പൂഷാവേ, ബ്രഹ്മമേ, സർവശ്രേഷ്ഠനും പരമജ്ഞാനവുമായവനെ, യമനും സൂര്യനും പ്രജാപതിക്കും ഒരുപോലെ പ്രിയമായവനെ, ജ്ഞാനികൾക്ക് പരമപദമായവനെ, അങ്ങ് ഈ പ്രകാശകിരണാവലികളെ ഒന്നൊതുക്കി, അല്ലെങ്കിൽ ആ പ്രപഞ്ചമറ ഒന്ന് മാറ്റി അങ്ങയിലേക്ക് തന്നെ പിൻവലിച്ച് ആ ദിവ്യവും ഏറ്റവും പ്രിയമാർന്നതും ഏറ്റവും ശുദ്ധമായതും ശുഭമായതുമായ ആ മുഖത്തെ എനിക്ക് കാണിച്ചു തന്നാലും ആ രൂപദർശനത്തിലൂടെ ഞാൻ അങ്ങയിൽ ലയിക്കട്ടെ, അങ്ങ് തന്നെയായി തീരട്ടെ. പുരുഷഃ സോഹമസ്മി, ഞാൻ അവൻ തന്നെയായിരിക്കുന്നു. ആ ബ്രഹ്മം അഥവാ ചൈതന്യം ഞാൻ തന്നെ എന്ന സത്യത്തിലേക്ക് അങ്ങനെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മതത്വം ഉറപ്പിച്ച സാധകൻ അതുവരെ വഹിച്ച തൻ്റെ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളായ ശരീരത്തെയും ബ്രഹ്മത്തിൽ തന്നെ ലയിപ്പിക്കുകയാണ്. അവർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്. ഇനി മരണസമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം വീണു പോകുന്ന സമയത്ത് സാധകൻ എന്തായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുകയാണ്. വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം, ഓം ക്രതോസ്മര കൃതം സ്മര, ക്രതോസ്മര കൃതം സ്മര. ഈ ശരീരത്തിൻ്റെ പ്രാണൻ, പഞ്ചപ്രാണന്മാർ, സൂക്ഷ്മേന്ദ്രിയങ്ങൾ, ഇവ അമൃതമായ വായുതത്വത്തിൽ തന്നെ വിലയിച്ചു പോകട്ടെ എന്ന് പറയുകയാണ്. ഈ ദേഹം, സ്ഥൂലദേഹം അഗ്നിയിൽ ഭസ്മമായി തീരട്ടെ. അല്ലയോ ബ്രഹ്മമേ, ഈ ശരീരം വീണുപോകുന്ന ഈ നിമിഷം അങ്ങ് എന്നെ സ്മരിക്കണേ, എൻ്റെ കർമ്മങ്ങളെ സ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് എന്നെ സ്മരിക്കണമേ എന്നാണ്. ഞാൻ അങ്ങയെ സ്മരിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് അങ്ങ് എന്നെ സ്മരിക്കണമേ എന്നതും. അതായത് ഞാൻ ഏറ്റവും ശുദ്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഹൃദയശുദ്ധിയോടെ ജീവിച്ച് ഈശ്വരോന്മുഖമായി ചെയ്ത പ്രവൃത്തികളെ അങ്ങ് പരിഗണിക്കണമേ, അത് പരിഗണിച്ച് അങ്ങ് എന്നെ മുക്തമാക്കണേ എന്നാണ് ആ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ശരീരം ഉപേക്ഷിക്കാൻ സമയം ചിന്ത അതായിരിക്കണം, പ്രാർത്ഥന അതായിരിക്കണം. ഇങ്ങനെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച ഭക്തൻ അഥവാ സാധകൻ സൂക്ഷ്മശരീരം അഥവാ ആത്മാവ് എന്ന് നമ്മൾ പറയുന്ന ശരീരം തൻ്റെ വാസനാനുസൃതമായി ഏത് ലോകത്തിലേക്കാണോ ഗമിക്കുന്നത്, ആ ഗമന വഴിയിൽ, ആ യാത്രാവീഥിയിൽ തൻ്റെ ശരീരത്തെ ഭക്ഷിച്ച് ആത്മാവിനെ വെളിച്ചമേകുന്ന അഗ്നിദേവനോടുള്ള അവസാനത്തെ പ്രാർത്ഥന പറയുകയാണ്. അഗ്നേ നയ സുപധാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ. അല്ലയോ അഗ്നിദേവ, അങ്ങ് ഞങ്ങളെ ഈശ്വരനിലേക്ക് നയിച്ചാലും സുപഥത്തിലൂടെ, ഇനി മടങ്ങി വരവില്ലാത്ത ആ ഉത്തരായന സുപഥത്തിലൂടെ മുക്തിയാകുന്ന ധനത്തിലേക്ക് നയിച്ചാലും അങ്ങ് ഞങ്ങളുടെ സമസ്ത കർമ്മങ്ങളെയും അറിയുന്നുവല്ലോ, അഗ്നി സകലതിനും സാക്ഷിയായിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള അഗ്നിദേവ, അങ്ങ് ഞങ്ങളുടെ മുക്തിക്ക് തടസ്സമായി നിൽക്കുന്ന പാപകർമ്മങ്ങളെയെല്ലാം ഭക്ഷിച്ച് അതിനെയെല്ലാം ഒടുക്കി അത് നീക്കി ഞങ്ങളെ നല്ല വഴിയെ, സുപഥത്തിലൂടെ ഈശ്വരനിലേക്കുള്ള വഴിയെ നയിച്ചാലും
അങ്ങേ ഞങ്ങൾ വീണ്ടും വീണ്ടും സ്മരിക്കുന്നു. നോക്കുക, ഇവിടെ ഞാൻ എന്ന് പറയുന്നില്ല, ആ സമയത്ത് ഞങ്ങൾ എന്നാണ് പറയുന്നത്. മുൻപേ പോയവരും പിൻപേ വരുന്നവരുമായി എല്ലാ ആത്മാക്കൾക്കുമായുള്ള പ്രാർത്ഥനയാണിത്. സ്ഥൂല ശരീരം വെടിയുന്നതോടെ ഞാൻ അഥവാ അന്യത്വം ഏതാണ്ട് ഒടുങ്ങുകയാണ്. ദേഹാഭിമാനം, മിഥ്യാബോധം, ഇവയിൽ നിന്നുള്ള ഒരു വിടുതലാണ് അവിടെ നമുക്ക്. അവിടെ പരമാത്മാവ് അഥവാ ഈശ്വരനിലേക്ക് കുതിക്കുന്ന ജീവൻ താൻ മാത്രം അല്ലെങ്കിൽ തനിക്ക് വേണ്ടി എന്നത് അതിനില്ല. അവിടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ദർശനം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. അന്യത്വം ഏതാണ്ട് ഒതുങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു ഭക്തൻ, സാധകൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ എന്ത് തരം വിചാരത്തെ വരിക്കണം, എന്തായിരിക്കണം തൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു തരികയാണ് ഈശാവാസ്യോപനിഷത്തിലെ ഈ അവസാന മന്ത്രം. അപ്പോൾ ഈശാവാസ്യോപനിഷത്ത് ഈശൻ അഥവാ ബ്രഹ്മം സകലതിലും സകല ജീവജാലങ്ങളിലും വസിക്കുന്നു എന്ന പരമതത്വത്തെ മുന്നോട്ട് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സാധകൻ എങ്ങനെ തൻ്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കണമെന്നും, പൂർത്തിയാകാതെ പോകുന്ന ജീവൻ, എല്ലാ സാധകന്മാരും ഒരേ ശരീരത്തിൽ ഇരുന്ന് പൂർത്തിയാകണമെന്നില്ല. ഏതാണ്ട് പൂർത്തീകരിച്ച ജീവനുകൾ, സാധകന്മാർ ശരീരം വിടുമ്പോൾ അവരുടെ മനസ്സ്, അവരുടെ ചിന്ത, അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്നും വളരെ നന്നായി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഇത് ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഈ ഒരു ഒറ്റ വാക്ക് നമ്മൾ സദാ സ്മരിച്ചാൽ മതി. ഈശാവാസ്യം ഇതം സർവം, ഇവിടെയുള്ള സകലതിലും ഈശൻ വസിക്കുന്നു. ഈശനില്ലാത്തതായി, ബ്രഹ്മമില്ലാത്തതായി ഒന്നും തന്നെ അല്പം പോലും ഒട്ടും തന്നെയില്ല. ഇത് സദാ ഉറപ്പിച്ച് സദാ ഈ ബോധത്തിൽ തന്നെ ചരിക്കണം സാധകൻ. അപ്പോൾ ഇത്രയുമാണ് ഈശാവാസ്യോപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എല്ലാത്തിനും സദാ കൃപയുണ്ടാകട്ടെ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.